ചേട്ടൻ അബ്രോഡാണ് നിൽക്കുന്നത്. എൻ്റെ ചേട്ടൻ ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എൻ്റെ അക്കൗണ്ടിലാണ് ക്യാഷ് അയക്കുന്നത്. അതും അവരൊരു തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ച് എന്നോട് പറഞ്ഞത്. നിനക്ക് എന്തിനാണ് നിൻ്റെ ചേട്ടൻ ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത്, ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ക്യാഷൊക്കെ അയച്ചിരുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചത്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ കച്ചവടത്തിന്റെ പൈസ കൈമാറുന്നതിന് എന്ത് കാരണമായിരുന്നു ദിയ പറഞ്ഞിരുന്നത്? ടാക്സ് ഇഷ്യൂ വരുമെന്നാണ് ദിയ പറഞ്ഞത്. അപ്പം നമുക്ക് തന്നെ ചിന്തിക്കും, ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞു ഈ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ദിയ ചേച്ചിയുടെ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വയ്ക്കുന്നതെന്ന് CCTV നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് നമ്മൾ മാറ്റണം. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ. അപ്പോൾ ആ ദിയ എന്തുകൊണ്ട് പേയ്മെൻറ്റ് മാത്രം അത് CCTV ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെൻറ്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല. ഒരു വർഷമായിട്ട് അതെ അധിക്ഷേപിച്ചു. കൃഷ്ണകുമാറും പറഞ്ഞു, ദിയയും പറഞ്ഞു, ദിയയുടെ അമ്മയും പറഞ്ഞു. കാറ് കയറ്റിയിട്ട് നിങ്ങൾ നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പം നീ ഏത് ഹിന്ദു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ക്രിമിനലാണ് നീയൊക്കെ, ക്രിമിനൽ എന്നാ പറഞ്ഞത്. ഞങ്ങളടുത്തും അങ്ങനെയാണ് പറഞ്ഞത്. നീയൊക്കെ മുക്കുവത്തികളല്ലേ, നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ. നീയൊക്കെ എന്തിനാണ് എൻ്റെ മോളുടെ ഓഫീസിൽ വന്നത്? നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുബന്ധം? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ? എന്ത് യോഗ്യതയാണുള്ളത്? ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. അവരല്ല ആദ്യം കേസ് കൊടുത്തത്, ഞങ്ങളാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ച് പറയുമ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവർ കേസ് കൊടുത്തെങ്കിൽ ഒരു FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൺഡേ ആണ് കൊടുത്തത്. നമുക്ക് അന്ന് രാത്രിയാണ് അവർ FIR ഇട്ടത്. അവരുടെ FIR ഇട്ടിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും തരുന്നില്ലായിരുന്നു. നമ്മൾ കണ്ടു, കൃഷ്ണകുമാർ സാറ് വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു, അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു, അവരെ വിട്ടു. നമ്മൾ എത്ര നേരം പിടിച്ചു നിർത്തിയിട്ടാണ് രാത്രി 9:30 9:30 എന്നിട്ടും തന്നില്ല. വീട്ടിൽ പൊക്കോ മെസ്സേജ് വരുമെന്നാണ് പറഞ്ഞത് അവർ. അതെ, ഒരു വർഷമായിട്ട് 30-നകത്തൊക്കെ വന്നിട്ടുണ്ടാവണം. അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം. ദിയക്ക് നമ്മൾ വീക്കിലി ആയാലും ദിയ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വരും. അപ്പോൾ അവരെ കയ്യിൽ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തു വിടണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് 3-4 സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട്. ദിയക്ക് സ്വിഗ്ഗി ജീനിയിൽ അകത്ത് വെച്ച് കൊടുക്കാൻ, ദിയക്ക് ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ. എല്ലാ തവണയും അങ്ങനെയാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ അല്ലാതെ വീക്കിലി. പിന്നെ ദിയ അല്ലാതെ ഓഫീസിൽ വരുമ്പോൾ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയുന്നത്. അവിടെ നിന്ന് ദിയ എടുക്കാറുണ്ട്. സാലറി അല്ല, ദിയ തരുന്നതല്ലാതെ നമ്മൾ എടുത്തിട്ടില്ല. ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുമായിരുന്നു ക്യാഷ്. ഒരു 5,000 10,000 അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴും ഗൂഗിൾ പേ അല്ല, എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷ് വരുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി, അങ്ങനത്തെ ഒരു ക്യാഷാണ് പറയുന്നത്. പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ ഇല്ല, അവരേലുണ്ട്. നമ്മുടെ ഇപ്പോൾ എടുത്താൽ നമുക്ക് എടുക്കാൻ പറ്റും. ഉണ്ട്. നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന പോലെയൊന്നും ഇല്ല. അതാ പറഞ്ഞേ, അവര് നമ്മൾ ആദ്യം നമ്മുടെ അവര് ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞ നമ്മുടെ ഫോട്ടോസ്. കാരണം അവരിപ്പോ ഒരു സ്റ്റാറ്റസ് അന്ന് ഇട്ടിരുന്ന് കസ്റ്റമേഴ്സ് നമ്മളെ സ്റ്റാഫ് സ്കാം ചെയ്തിട്ടുണ്ട്, സ്റ്റാഫിന്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെന്റ് ചെയ്തത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റാഫിന്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെന്റ് എവിടെ വന്നത്. ഇപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇപ്പോൾ ആരായാലും നമ്മുടെ ചോദിക്കും നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്തതിന് തെളിവ് എന്താണെന്ന്. അപ്പം ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ വന്നതിന് മാത്രമല്ലേ തെളിവുള്ളൂ. അപ്പോൾ ദിയനെ ഞങ്ങൾ പേടിച്ചു. ദിയ ഞങ്ങൾ ഓരോ ടൈമായിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ദിയ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലായിട്ട്. CCTV അതെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിൽ വെക്കാനാണ്. ദിയ അടുക്കളയിൽ നിന്നാണ് ക്യാഷ് എടുക്കുന്നത്. 500. അതെ, കൗണ്ടറിൽ വെച്ച് വാങ്ങും, അല്ലാതെ നിന്നും മേടിക്കാറുണ്ട്. കസ്റ്റമർ കൂടുതൽ ഓൺലൈൻ ക്യാഷാണ് ചെയ്യുന്നത്. ഉണ്ടാവണം. അതെ,
നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയതിന് മാത്രമാണ്. ഇപ്പൊ നിങ്ങളുടെ പണം ദിയ തട്ടിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് പരാതി കൊടുത്തിട്ടുണ്ട്? അതിന് ഞങ്ങൾ ഇപ്പോൾ പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട്. കോർട്ട് അവധിയായതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മൺഡേ കൊടുക്കും നമ്മൾ. കൊടുക്കാതിരുന്ന വെച്ചാൽ നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അത് ചെയ്യണ്ട, മൺഡേ നമുക്ക് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളത് വെയിറ്റ് ചെയ്തത്.